എല്ലാവരും കാണുന്നത് കാണാനും ആരും കാണാത്ത കാര്യം ചിന്തിക്കാനും സാധിക്കണം. ഇങ്ങനെയുള്ള ഒരു ചുരുക്കമാണ് നമുക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും പറയത്തുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ഭ്രാന്തത്. Entrepreneurshipൽ you should always study those who didn't survive. ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു അഡാപ്ഷനാണ്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ആണോ ഉള്ളത് എന്നുള്ളൊരു മാറ്റമാണോ? നിങ്ങൾ വെടികൊള്ളാത്ത സ്ഥലങ്ങളിലാണ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്. ഓൺട്രപ്രണർ എപ്പോഴും പുതിയൊരു ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഐഡിയാസിന് വേണ്ടിയിട്ട് തപ്പി നടക്കണതായിട്ട് തോന്നാറുണ്ട്. നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഒബ്സർവേഷൻ ആണ്. ഒരുപാടെണ്ണം വേണ്ട, നല്ല ഒരു ഐഡിയ മതി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വിചാരിക്കുന്നത് ക്വാളിറ്റി ഓഫ് ഐഡിയ ഈസ് ബെറ്റർ ദാൻ ക്വാണ്ടിറ്റി ഓഫ് ഐഡിയ. ശ്യാം, യെസ്, നമ്മുടെ ഇൻസ്പയർഡ് ഫോക്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ സീരീസിൽ നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡാണ്. നമ്മുടെ കൂടെ നിന്ന് ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ മനു മെൽവിൻ ജോയ്. വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേഖലയായിട്ടാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡ് പോകുന്നത്. ഇന്ത്യയിൽ 70% യങ്സ്റ്റേഴ്സും ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ടു ബി ആൻ ഓൺട്രപ്രണർ ഇൻ ഷോർട്ട് വേർഡ്സ്. അപ്പോൾ വെരി റിവീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. അന്നത്തേക്ക് നമുക്ക് ശരിക്കും തുടങ്ങുമ്പോൾ പോവാം. അപ്പം നമുക്ക് തോന്നി ഞങ്ങൾ ഇതേപോലെ തന്നെ ജോലി ബേസ്ഡ് ഓൺട്രപ്രണർഷിപ്പ് പെർസ്യൂ ചെയ്ത ആളുകളാണ്. നമുക്കത് അപ്പോൾ അത് പെർസ്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് അറിയത്തില്ലായിരുന്നു. നമ്മളെല്ലാം വിചാരം നമ്മളൊക്കെ യുണീക്കാകുന്ന ഇങ്ങനെയുള്ള ഒരു ചുരുക്കമാണ് നമുക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും പറയത്തുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ഭ്രാന്തത്. ആളുകൾ മറച്ചു വെക്കാൻ ഇപ്പോൾ മനസ്സിലായി. പിന്നെ അത് കുഴപ്പത്തില്ലെങ്കിൽ ഇത് യങ്സ്റ്റേഴ്സിന്റെ മാസി എന്നാണെങ്കിലും ക്രോണോളജിക്കലി മിഡിൽ-ഏജ്ഡ് ആയി. ഓൺട്രപ്രണർഷിപ്പ് ഈസ് സംതിങ് എവ്രിവൺ വാണ്ട്സ് ടു ബി. അതിന്റെ ഫ്രീഡം, ടൈം, ഇതെല്ലാം അതിനൊരു ഫാക്ടർ ആണെന്നാണ് ആ സ്റ്റഡി പറയുന്നത്. അപ്പം ഈ ഓൺട്രപ്രണർഷിപ്പ് സാറിന് അതിന്റെ ഒരു എല്ലാവരുടെയും ഒരു എപ്പിറ്റോം ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ആണ് എലോൺ മസ്ക്. എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ്. ആ ഒരാളുടെ കൺസെപ്റ്റ് ഇപ്പം തിങ്കിങ് ഡിഫറെന്റ്. പുള്ളി കണ്ടുപിടിച്ച അതാ. ഒരു ഇതുമില്ല, സാധ്യതയില്ലാത്തൊരു മാർക്കറ്റിൽ പുള്ളിയുടെ ടെസ്ല ആണെങ്കിലും, പുള്ളിയുടെ ബോറിംഗ് കമ്പനി ആണെങ്കിലും, പുള്ളിയുടെ സ്പേസ് എക്സ് ആണെങ്കിലും എവറിത്തിങ്, സ്റ്റാർലിങ്ക്, എവറിത്തിങ് ഇസ് ഔട്ട് ഓഫ് ബ്ലൂ. ലൈക്ക് ആരും ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതൊരു സാറിന്റെ കാര്യം. ഇപ്പൊ സാറ് മാനേജ്മെന്റ് സ്റ്റഡി പഠിപ്പിക്കുന്ന ആളാണ്. വെരി വെരി ക്ലോസ് ടു ബ്രില്യൻറ്റ് മാനേജ്മെന്റ് മൈൻഡ്സിന്റെ അടുത്തിരിക്കുന്ന ആളാണ്. സാറിന് എന്താ തോന്നുന്നത്? ഈസ് ഇറ്റ് അബൌട്ട് ദാറ്റ് entrepreneurship? Very close. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഈസ് അബൌട്ട് seeing what everybody sees and identifying that somebody nobody has observed. അതിന് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഉണ്ട്. വേൾഡ് വാർ 2 സമയത്ത് US ക്യാമ്പിലുള്ള ആളുകളെല്ലാവരും അവിടെ തിരിച്ചു വരുന്ന ഫൈറ്റർ പ്ലെയിൻസിനെ സ്റ്റഡി ചെയ്യുമായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന ഫൈറ്റർ പ്ലെയിൻസിൽ ഒരുപാട് ബുള്ളറ്റ് ഹോൾസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആ ഫൈറ്റർ പ്ലെയിൻ ഫുൾ പ്രൂഫ് ആക്കണം. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലാത്ത ഒരു പ്ലെയിനാണ് അവർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ എക്സ്പേർട്സ് എല്ലാവരും നോക്കി. അപ്പോൾ തിരിച്ചു വരുന്ന ഒരുപാട് ഫൈറ്റർ പ്ലെയിൻസിനെ അവർ ഒബ്സർവ് ചെയ്തു. അപ്പോൾ അവർ പ്രധാനമായിട്ടും ബുള്ളറ്റ് ഹോൾസ് കണ്ടത് വിങ്സിൽ, പിന്നെ ടെയിലിൽ, പിന്നെ ഫ്യൂസിലേജിലാണ്. അപ്പോൾ അവർ ഒരുപാട് ബ്രെയിൻ സ്റ്റോം ചെയ്തു. നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇതിനൊക്കെ വെടികൊണ്ട ഏരിയകളിലെല്ലാം നമ്മൾ കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്യണം. അപ്പം ഇതെല്ലാം ഒരു ബാലൻസ് ആണ്. കാരണം ഒരുപാട് റീഇൻഫോഴ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ഇഷ്യൂ വരും. അവരത് ബ്രെയിൻ സ്റ്റോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ഒരു മാത്തമാറ്റീഷ്യൻ വളരെ യാദൃശ്ചികമായിട്ട് ഈ ഡിസ്കഷൻ്റെ ഒരു പാർട്ടായി. ഹിസ് നെയിം വാസ് അബ്രഹാം വോൾട്ട്. ആൻഡ് അദ്ദേഹം ഇവരുടെ ഡിസ്കഷൻസ് എല്ലാം കണ്ട് ഇങ്ങനെ ചിന്തയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതിനെക്കുറിച്ച് എന്താ അത്രമാത്രം ചിന്തിക്കാനുള്ളത്? എവിടെയൊക്കെയാണോ വെടികൊണ്ട് കൊണ്ടത് ആ ഏരിയയിൽ അങ്ങ് റീഇൻഫോഴ്സ് ചെയ്താൽ പോരെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു വലിയ പാരഡൈം ഷിഫ്റ്റാണ് കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞത്, യു ആർ ലുക്കിംഗ് അറ്റ് ദ റോങ് പ്ലേസ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വെടികൊള്ളാത്ത സ്ഥലങ്ങളിലാണ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്. അപ്പൊ സർപ്രൈസിങ് ആയി. അപ്പൊ അവർ ചോദിച്ചു, അതെന്തുകൊണ്ടാണ്? കാരണം ആ സ്ഥലങ്ങളിൽ വെടികൊണ്ട എയർപ്ലെയിൻസ് തിരിച്ചു വന്നിട്ടില്ല.
ഈ എയർപ്ലെയിൻസ് തിരിച്ചു വന്നത് ഇവിടെയൊക്കെ വെടികൊണ്ടാൽ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ്. സോ യു ഹാവ് ടു റീഇൻഫോഴ്സ് ദ പ്ലേസസ് വെയർ ദർ ആർ നോ ബുള്ളറ്റ് ഹോൾസ്. അപ്പൊ നോക്കിയപ്പോ എഞ്ചിന്റെ എവിടെയാണ് ബുള്ളറ്റ് ഹോൾസ് ഇല്ലാത്തത്, അവിടെ വെടികൊണ്ടാൽ തിരിച്ചു വരില്ല. അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് ഓണ്ടർപ്രണറിന് വേണ്ടത്. ശരിയാണ്. കാരണം എല്ലാവരും കാണുന്നത് കാണാനും ആരും കാണാത്ത കാര്യം ചിന്തിക്കാനും സാധിക്കണം. അപ്പൊ ഇതിന് ഒരു ഫ്ലിപ്പ് സൈഡും ഉണ്ട്. ഫ്ലിപ്പ് സൈഡ് പറയുകയാണെങ്കിൽ ഇതിന് സർവൈവർഷിപ്പ് ബയസ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സർവൈവേഴ്സിനെ സ്റ്റഡി ചെയ്യാനാണ് എപ്പോഴും നമ്മുടെ ഒരു ടെൻഡൻസി. അപ്പം ഓണ്ടർപ്രണർഷിപ്പിലാണെങ്കിലും ഇപ്പൊ എലോൺ മസ്കിന്റെ കൂടെ EV കമ്പനി സ്റ്റാർട്ട് ചെയ്ത നമ്പർ ഓഫ് EV കമ്പനീസ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഡെറ്റിൽ കിടക്കുന്നുണ്ട്. ബട്ട് വി സി ഓൺലി ഇലോൺ മസ്ക്. അതുപോലെ സ്റ്റാർട്ടപ്പ് ഇല്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്സ് ഇപ്പൊ Airbnb കൂടെ സ്റ്റാർട്ട് ചെയ്ത എത്രയോ സ്റ്റാർട്ടപ്സ് ഉണ്ട്, അവരെല്ലാവരും ഫെയിലായി. ബട്ട് വി തിങ്ക് ഓൺലി അബൌട്ട് Airbnb. ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ അതിന് ഫ്ലാപ്പി ബേർഡ് ഇഫക്റ്റ് എന്നാണ് പറയുക. അപ്പൊ ഫ്ലാപ്പി ബേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമർ സിംഗിൾ ഡെവലപ്പർ 2-3 hours കൊണ്ട് ഉണ്ടാക്കിയൊരു ഗെയിമാണ്, ഭയങ്കര ഹിറ്റായ ഗെയിമാണ്. പക്ഷെ അത് വെച്ച് ബാക്കിയുള്ള എല്ലാവരും ശ്രമിച്ചപ്പോൾ ഇറ്റ് ബിക്കേം എ ഫെയിലിയർ. അപ്പോ ഈ നമ്മളെപ്പോഴും എന്റർപ്രണർഷിപ്പിൽ യു ഷുഡ് ഓൾവേസ് സ്റ്റഡി ദോസ് ഹു ഡിഡ്ന്റ് സർവൈവ്. സർവൈവേഴ്സിനെ മാത്രം സ്റ്റഡി ചെയ്ത് ഈ ഓണ്ടർപ്രണർഷിപ്പിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ബാക്ക് ഫയർ ചെയ്യുന്നത് പലപ്പോഴും. സോ യു ഷുഡ് ഓൾസോ സ്റ്റഡി വാട്ട് ഡിഡ്ന്റ് വർക്ക്. അത് നമ്മുടെ എല്ലാവർക്കും ഷെർലക് ഹോംസിന്റെ ഇഷ്ടമാണല്ലോ അല്ലെ? ഷെർലക് ഹോംസിന്റെ സിൽവർ ബ്ലേസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട്. അതിനകത്ത് റേസിംഗ് ആണ്, കുതിര പന്തയമാണ്. അപ്പൊ അതിനകത്ത് സിൽവർ ബ്ലേസ് എന്ന് പറഞ്ഞ ഒരു പ്രൈസ്ഡ് റേസ് ഹോഴ്സ് അതിനെ കാണാനില്ല. അപ്പൊ അത് അന്വേഷിക്കാനാണ് ഷെർലക് ഹോംസ് വരുന്നത്. അപ്പൊ സ്കോട്ട്ലാൻഡ് യാർഡ് കഴിഞ്ഞ ദിവസം വന്ന് അന്വേഷിച്ച് അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ അവർക്ക് ഷെർലക് ഹോംസിനോട് പുച്ഛമാണ്. അപ്പോ ഷെർലക് ഹോംസ് ഒന്ന് നോക്കിയിട്ട് അപ്പം സ്കോട്ട്ലാൻഡ് യാർഡിലെ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, എന്ത് കണ്ടുപിടിച്ചു? അപ്പൊ ഷെർലക് ഹോംസ് പറഞ്ഞു, ദ സ്ട്രേഞ്ച് തിങ് അബൌട്ട് ദ ഡോഗ് അറ്റ് നൈറ്റ്. അപ്പൊ അതെന്താണ്? ആ ഡോഗ് ഒന്നും ചെയ്തില്ലല്ലോ. And that is the strangest thing. The dog didn't bark. The dog didn't do anything. That means ആ ഡോഗിന് പരിചയമുള്ള ആരോ ആണ് വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും അതിൽ നിന്ന് ഇൻസൈറ്റ് കാണാൻ പറ്റുന്ന ആളായിരിക്കണം അതാണ് ഓണ്ടർപ്രണർഷിപ്പിന്റെ ആ ഒരു ലെൻസ് എന്ന് പറയുന്നത്. ഓണ്ടർപ്രണർ എപ്പോഴും പുതിയൊരു ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഐഡിയാസിന് വേണ്ടിയിട്ട് തപ്പി നടക്കണതായിട്ട് തോന്നാറുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഇന്ററാക്ട്, ഇപ്പൊ ഞങ്ങൾ തന്നെ ബിസിനസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു സാധനം പുതിയതായിട്ട് ഉണ്ടാക്കണോ, അല്ലെങ്കിൽ ആ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു സം കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇന്നോവേഷൻ ചിലപ്പോൾ നമ്മളൊരു ഉള്ള സാധനത്തിന്റെ ഒരു അഡാപ്റ്റേഷൻ ആവാം. അങ്ങനെ ഒരു ചോദ്യം വളരെ പോപ്പുലർ ആണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഇപ്പൊ ജോലിയിൽ നിന്ന് മാറി അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറച്ച് പേരൊക്കെ ഇതേവരില്ലാത്ത എന്തോ സംഭവം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അപ്പോൾ ഇന്നോവേഷൻ ആശയം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു അഡാപ്ഷൻ ആണോ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ആണോ ഉള്ളത് എന്നുള്ളൊരു മാറ്റാണോ? സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുതിയതായിട്ടൊരു സാധനം കണ്ടുപിടിക്കണമെന്നില്ല ഇഫ് യു വാണ്ട് ടു ഇന്നോവേറ്റ്. ഉദാഹരണത്തിന് നമ്മുടെ സൂമിന്റെ ഫൗണ്ടർ നിക് യുവാൻ. അപ്പൊ അദ്ദേഹം ആദ്യം വർക്ക് ചെയ്തിരുന്നത് സിസ്കോയിലാണ്. അപ്പൊ സിസ്കോയിലെ വീഡിയോ കോൺഫറൻസിങ് സർവീസസിൽ ഹി വാസ് തറലി ഡിസാറ്റിസ്ഫൈഡ്. അപ്പോ അതിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ അദ്ദേഹം ആ കമ്പനിക്ക് കൊടുത്തു. ആൻഡ് ദ കമ്പനി റിജക്റ്റഡ് ഇറ്റ്. അപ്പൊ അതില് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം ആ കമ്പനിയിൽ നിന്ന് പുറത്തു പോവുകയും അദ്ദേഹം മനസ്സിൽ വിചാരിച്ച രീതിയിലുള്ള അപ്ഗ്രേഡഡ് പ്രൊഡക്റ്റുമായിട്ട് വരികയും ചെയ്തത്. സോ സൂം ഈസ് നോട്ട് എ റാഡിക്കൽ ചേഞ്ച്, ബട്ട് ഇറ്റ് ബിക്കെയിം epitome of innovation. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഒബ്സർവേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിച്ച് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, ചിപ്പ് ആൻഡ് ഡാൻ കീത്തിന്റെ. അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഐഡന്റിഫൈങ് ദ ബ്രൈറ്റ് സ്പോട്ട്സ്, പോസിറ്റീവ് ഡീവിയൻസ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കാണാൻ ശ്രമിക്കുമ്പോൾ അത് ഓൾറെഡി സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തില് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പുറത്തുനിന്നൊരു കൺസൾട്ടന്റിനെ കൊണ്ടുവരുന്നു, അയാളത് ആലോചിക്കുന്നു,
അത് അവിടെ ഒരുപാട് റിസർച്ച് നടത്തുന്നു, എന്നിട്ട് നമുക്കൊരു സൊല്യൂഷൻ തരുന്നു. പക്ഷേ ആ സൊല്യൂഷൻ, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഓൾറെഡി സോൾവ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു 1% ആൾക്കാരുണ്ടാവും. സോ യുവർ ടാസ്ക് ഈസ് ഓൺലി ടു ഫൈൻഡ് ദം ആൻഡ് റെപ്ലിക്കേറ്റ് ദാറ്റ്. ഉദാഹരണത്തിന് ആ ബുക്കിൽ പറയുന്ന വളരെ ഫേമസ് ആയിട്ടൊരു സ്റ്റഡിയാണ് വിയറ്റ്നാമിലെ മാൽനറിഷ്മെന്റിന്റെ സ്റ്റഡി. വിയറ്റ്നാമിലെ മാൽനറിഷ്മെന്റ് ഭയങ്കര, കുട്ടികളുടെ ഇടയിലുള്ള മാൽനറിഷ്മെന്റ് ഭയങ്കര കൂടുതലായിരുന്നു. 90% ഓഫ് ദ കിഡ്സ് വർ മാൽനറിഷ്ഡ്. അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്ക് ഫണ്ട് കൺസ്ട്രെയിൻ ഉണ്ട്. ഇപ്പം സാനിറ്റേഷൻ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഫണ്ട് ആൻഡ് റിസോഴ്സ് ഇന്റൻസീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആണ്. അപ്പോൾ അവർക്ക് അതിനുള്ള നിവൃത്തിയില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് UN ജെറി സ്റ്റെർണിൻ എന്ന് പറഞ്ഞൊരാള് അവരെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്. അപ്പൊ ജെറി സ്റ്റെർണിന് അവർ 6 മാസം സമയം കൊടുത്തു. വിത്ത് നോ ഫണ്ട് ക്യാൻ യു മേക്ക് എ ഡിഫറൻസ്. വളരെ എന്താണ് വിയേർഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. പക്ഷെ ഹി ആക്സെപ്റ്റഡ് ദാറ്റ്. എന്നിട്ട് അദ്ദേഹം ചെയ്തത്, അദ്ദേഹം നേരെ വിയറ്റ്നാമിലെ ഗ്രാമങ്ങളിലേക്കാണ് പോയത്. ആ ഗ്രാമങ്ങളിൽ പോയി അദ്ദേഹം ഓരോ വീടുകളിലും പോയി ആ ഓരോ വീടുകളിലെയും കുട്ടികളെ വെയ് ചെയ്തു, അവരുടെ ഭാരമെടുത്തു. അപ്പോൾ കറക്റ്റാണ്, റിസർച്ച് പറഞ്ഞത്, സ്റ്റഡി പറഞ്ഞത് കറക്റ്റാണ്. 90% കുട്ടികൾക്കും മാൽനറിഷ്മെന്റ് ഉണ്ട്. പക്ഷേ 10% കുട്ടികൾക്ക് മാൽനറിഷ്മെന്റ് ഇല്ല. അപ്പൊ അദ്ദേഹം ആ 10% കുട്ടികളിൽ ഫോക്കസ് ചെയ്തു. അവരുടെ വീടുകളിൽ പോയി അവരുടെ അമ്മമാർ എന്താണ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നതെന്നുള്ളത് ഒബ്സർവ് ചെയ്തു. അപ്പൊ 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ഒന്ന്, വിയറ്റ്നാമികൾ സാധാരണ 2 നേരമാണ് ഭക്ഷണം കഴിക്കുക. അത് നല്ല ഹെവി ആയിട്ട് കഴിക്കും. അപ്പോ ഈ കുട്ടികൾക്കും ആ 2 നേരം തന്നെയാണ് ഇവര് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഒരു മാൽനറിഷ്ഡ് ആയിട്ടുള്ളൊരു കുട്ടി ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഈ അമ്മമാര് ചെയ്തുകൊണ്ടിരുന്നത് ഇവര് 4-5 തവണ ആയിട്ട് ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. രണ്ടാമത്തേത്, സാധാരണ അവര് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത്, ഒരു പ്ലേറ്റിൽ ഭക്ഷണം കൊടുത്ത് കുട്ടികളോട് തന്നെ കഴിക്കാൻ പറയുകയാണ് സാധാരണ ഇവർ ചെയ്യുക. പക്ഷെ ഈ അമ്മമാർ ഇവർക്ക് വാരി കൊടുക്കുകയും ഇവര് കഴിച്ചെന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യും. മൂന്നാമത്തേത്, അവിടെ വളരെ ഈസിലി അവൈലബിൾ ആയിട്ടൊരു ഫുഡാണ് ഷ്രിമ്പ്. അപ്പോ ആ ഫുഡ് സാധാരണ കുട്ടികൾക്ക് കൊടുക്കാറില്ല, പക്ഷെ അത് പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പൊ ഈ അമ്മമാര് ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഈ കുട്ടികൾക്കും കൂടി കൊടുക്കുമായിരുന്നു. അപ്പൊ ഈ ഇൻസൈറ്റ് കിട്ടിയപ്പോ ജെറി സ്റ്റെർണിൻ ചെയ്തത്, ഓരോ ഗ്രാമങ്ങളിലും പോയി അവിടെയുള്ള അമ്മമാരെ എല്ലാം വിളിച്ചു കൊണ്ടുവന്ന് ആ അമ്മമാരോടെല്ലാം ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം ഉള്ളപ്പോൾ അത് ഓൾറെഡി സോൾവ് ചെയ്യുന്ന ആ കൺസ്ട്രെയിനിൽ അത് സോൾവ് ചെയ്യുന്ന ആൾക്കാർ ഓൾറെഡി ചെയ്യുന്ന സൊല്യൂഷൻ ആകുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വേറെ ഒരു റിസോഴ്സും വേണ്ട, വേറെ ഒന്നും വേണ്ട. അങ്ങനെ 6 മാസം കൊണ്ട് അവിടുത്തെ മാൽനറിഷ്മെന്റ് പ്രോബ്ലത്തിന് വലിയ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ജെറി സ്റ്റെർണിന് സാധിച്ചു. അപ്പൊ ഇതാണ് പോസിറ്റീവ് ഡീവിയൻസ്. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് ആ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ കാര്യങ്ങൾ തേടി കണ്ടുപിടിക്കണ്ട. ഓൾറെഡി നമ്മൾ അന്വേഷിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്താൽ മാത്രം മതി. അപ്പൊ ഈ പോസിറ്റീവ് ഡീവിയൻസിന്റെ ഒരു എക്സാമ്പിളും കൂടി എന്ന് പറഞ്ഞാൽ, സിംബാബ്വേയില് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പോ ഈ പറഞ്ഞ ആളുകൾക്ക് സംസാരിക്കാനും ആളുകളെ ഒന്ന് കൺസോൾ ചെയ്യാനും കൗൺസിൽ ചെയ്യാനും ഒന്നും അവിടെ ആൾക്കാരില്ല. അപ്പൊ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഡെലിബറേറ്റ് ചെയ്തപ്പോൾ അവര് ഒരു ഡിഫറെന്റ് തോട്ട് എടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് എന്ന് അവരന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി അവിടെയുള്ള ഗ്രാൻഡ് മദേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു അൺഒഫീഷ്യൽ കൗൺസിലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തത്. അപ്പൊ അവര് ഈ ഒരു തോട്ട് പ്രോസസ്സിൽ വർക്ക് ചെയ്ത് ഫ്രണ്ട്ലി ബെഞ്ച് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ പാർക്കുകളിലും ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി ബെഞ്ച് വെക്കും. എന്നിട്ട് അവിടെ ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുത്ത ഗ്രാൻഡ് മദേഴ്സിനെ കൊണ്ടുവന്നിരുത്തും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ വിഷമങ്ങളോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെ വന്നിരുന്ന് അവർക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓൾറെഡി നമുക്കുള്ള സൊല്യൂഷൻസിനെ നമ്മൾ എടുത്ത് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. എനിക്കൊന്ന് അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നതാണ് ഈ ഫുഡ് ഡെലിവറി ആപ്സ്. അതെ അതെ, ലിറ്ററൽ റെഡ് സീ ആണത്. ബ്ലൂ ഓഷൻ ലിറ്ററലി റെഡ് ഓഷൻ ആണത്. പക്ഷേ
ന്യൂ വൺസും വന്നിട്ട് പക്കായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ സമയം കുറച്ച് കൊണ്ടുവരുവാണല്ലോ. അതെ അതെ അതെ. 10 minutes. ഒരു 10 minutes ഇപ്പൊ 5 minutes സെക്കൻഡ്സ് ബ്ലിങ്കിംഗ് രീതിയിൽ. അപ്പം അത് സാർ വെരി റിലേറ്റബിൾ ആണ്. ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് അതേപോലത്തെ ഒരു കൺസെപ്റ്റ് ആണ്. കേരളം ചെയ്യുന്ന പല ബിസിനസ്സുകളും ഒരു പക്കാ ബ്ലൂ ഓഷൻ വെച്ചാൽ അല്ല, പക്ഷേ ഇറ്റ്സ് എ റെഡ് ഓഷൻ ബട്ട് വി ഹാവ് എ ട്വിസ്റ്റ് ഇൻ ഇറ്റ്. വി പ്രൊവൈഡ് സംതിങ്, നമുക്കൊരു ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അതാണ് അതല്ലേ സാർ എന്റെ ഒരു ഇത്. അതെ അതെ. പിന്നെ എല്ലാ ഓണ്ടർപ്രണേഴ്സും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഒറിജിനൽസ് എന്ന് പറഞ്ഞ ബുക്ക്, ആഡം ഗ്രാൻഡിന്റെ. അപ്പൊ ആഡം ഗ്രാൻഡിന്റെ ബുക്കിനകത്ത് അദ്ദേഹം പറയുന്നത്, ഇഫ് യു വാണ്ട് ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ദിസ് വേൾഡ് യു ഷുഡ് തിങ്ക് ലൈക്ക് എൻ ഒറിജിനൽ. അപ്പൊ ആ ഒറിജിനൽ ആവുന്നതിന് വേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഐഡിയ ജനറേഷനെ കുറിച്ചുള്ള ഒരു മിസ്പെർസെപ്ഷനാണ്. നമ്മൾ വിചാരിക്കുന്നത് ക്വാളിറ്റി ഓഫ് ഐഡിയ ഈസ് ബെറ്റർ ദാൻ ക്വാണ്ടിറ്റി ഓഫ് ഐഡിയ. നമുക്ക് നല്ല ഐഡിയാസ് മതി, ഒരുപാടെണ്ണം വേണ്ട, നല്ല ഒരു ഐഡിയ മതി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം പറയുന്നത് എത്രത്തോളം ഐഡിയാസ് എടുക്കാമോ അത്രത്തോളം ചാൻസസ് ഓഫ് വിന്നിങ് ഓർ സക്സീഡിങ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിന് അദ്ദേഹം ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഒരു പ്രൊഡക്റ്റ്, ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ടോക്കിംഗ് ഡോൾ 19th സെഞ്ചുറിയിൽ ഒരാൾ കണ്ടുപിടിച്ചു. അപ്പോ അയാളുടെ കൂട്ടുകാരും അയാളുടെ അയൽക്കാരും അയാളുടെ ചുറ്റുമുള്ള എല്ലാവരും അയാളെ കളിയാക്കാൻ തുടങ്ങി. ഇതെന്തൊരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ളൊരു ഇന്നോവേഷൻ ആണ് എന്നുള്ളത്. അത് ആരെ കുറിച്ചാണെന്ന് നോക്കാൻ പറ്റുമോ? ഇറ്റ് വാസ് തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിന്റെ 1009 പേറ്റന്റുകളിൽ ഒരു പേറ്റന്റ് ആണ് ഈ വിയേർഡ് ടോക്കിംഗ് ഡോൾ. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റോറേജ് ബാറ്ററിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ലൈറ്റ് ബൾബിനെ കുറിച്ചുമാണ്. പക്ഷെ അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ആ ഒരു ഇന്നോവേഷൻ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തത് ഈ ബീയിങ് പ്രോളിഫിക് ആണ്. അതുപോലെ ഗുർണിക്ക ആൻഡ് ട്രാജഡി, ഈ പെയിന്റിങ്സ് വരച്ചതാരാണ്? പിക്കാസോ. അപ്പൊ ഈ 2 പെയിന്റിങ് മാത്രമേ പിക്കാസോയെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് വരുവുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റിക് ലൈഫ് വാസ് സോ ബിഗ്. ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് സിറാമിക്സ്, പെയിന്റിങ്സ്, ഡ്രോയിങ്സ് ആണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് ആകെ 2 മാത്രമേ ലോകം കണ്ടിട്ടുള്ളൂ. അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും E=mc². 2 തിയറീസ് ആണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ലോ ഓഫ് സ്പെസിഫിക് റിലേറ്റിവിറ്റി. പക്ഷെ അദ്ദേഹം ക്ലോസ് ടു 256 റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓൺലി ദീസ് 2 മെയ്ഡ് ഇൻ ടു ദ ടോപ്പ്. അതുപോലെ മൊസാർട്ട്, അതുപോലെ ഏതാണ് ഇപ്പൊ റിച്ചാർഡ് ബ്രാൻസൺ, 400-ലധികം കമ്പനികൾ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വിർജിൻ ഫോണും വിർജിൻ എയർലൈൻസും ഒക്കെയാണ് ഏറ്റവും ഹിറ്റായത്. അപ്പോ അങ്ങനെയാണ്. അപ്പൊ ഐഡിയ ക്വാണ്ടിറ്റി ഈസ് മച്ച് more important than idea quality. So you may come up with a lot of crap, but out of that crap there will be one gem, and that one gem will make you different. അതെ. അപ്പൊ നിങ്ങൾക്ക് വരെ ചിരി വരുന്നുണ്ടല്ലോ, ജാനി തരുന്ന മണ്ഡലം. അപ്പോ നിങ്ങൾ ഈ പറഞ്ഞതാണ് ആഡം ഗ്രാൻഡ് പറഞ്ഞത്. So you are moving in the right direction. അതെ. സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. പിന്നെ അതിൽ നിന്ന് കയറി എത്ര ഐഡിയാസ് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തു. ഫെയിലിയർ ആയിട്ടുണ്ട്. പക്ഷെ ആ ഫെയിലിയർ എല്ലാത്തിനും നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞത് ഞങ്ങൾ ജീവിക്കണമെന്ന് മാത്രം. ഇതിന്റെയൊക്കെ ഇങ്ങേറ്റത്ത് വേറെ ഒരു സാധനമുണ്ട്, കസ്റ്റമർ. അപ്പം എനിക്കൊന്ന് ഓൺടർപ്രണേഴ്സ് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ആ കസ്റ്റമർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ്. ഐഡിയ ഈസ് ഓൾവേസ് ഐഡിയ ഒരു പ്രോബ്ലം ആണെന്നുള്ള കാര്യം ചിലപ്പോൾ മറന്നുപോകും. ഒരു പ്രോബ്ലം ഒരു കസ്റ്റമറിന്റെ ആണെന്നുള്ള കാര്യം ചിലപ്പോൾ മറന്നുപോകും. ഐഡിയ ഒരു സൊല്യൂഷൻ കൊണ്ട് മാത്രം നമ്മൾ പിടിച്ചിരിക്കുന്ന ഞങ്ങൾ ആദ്യം ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. സൊല്യൂഷൻ ആദ്യം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പ്രോബ്ലത്തിൽ തപ്പിപ്പോകുന്ന. അപ്പം ഇപ്പൊ ഈ കസ്റ്റമർ എന്നുള്ള ആ വ്യക്തിക്ക് ഡു ദേ നോ ദേ ഇതൊരു പ്രോബ്ലം ഉണ്ട്, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എനിക്കിങ്ങനെ സൊല്യൂഷൻ വേണം, അതോ ഒരു ഓണ്ടർപ്രണറിന്റെ ഉത്തരവാദിത്തമാണോ? ഇപ്പൊ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് എന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാം. വിച്ച് ഇസ് ദ റൈറ്റ് വേ ടു ഡു ഇറ്റ്? ആക്ച്വലി നമ്മൾ എപ്പോഴും ജസ്റ്റ് ലുക്ക് അറൗണ്ട്
and keep your eyes and ears open. അപ്പോൾ automatically you will spot what is the right problem that you can have solution to. ഉദാഹരണത്തിന് നെസ്ലെ ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഇറ്റ് വാസ് എ ഗ്ലോബൽ ഹിറ്റ്, ബട്ട് എക്സെപ്റ്റ് ഇൻ വൺ കൺട്രി, ജപ്പാൻ. അപ്പോൾ നെസ്ലെ ഈസ് ഓൾ അബൌട്ട് കോഫി, ആൻഡ് അവിടെ ചെന്നപ്പോൾ നെസ്ലെ ഈസ് ക്ലൂലെസ്. കാരണം ജപ്പാൻ ഈസ് ഓൾ അബൌട്ട് ടീ. അവർക്ക് ടീ ആണ്, അവർക്ക് കോഫി ഇല്ല. അപ്പോ ഇവർക്ക് എന്ത് ചെയ്തിട്ടും അവർക്ക് അവിടെ പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? അവരൊരു ഇറ്റാലിയൻ ഒരു സൈക്കോ അനലിസ്റ്റിനെ ഒരു ഫേമസ് സൈക്കോ അനലിസ്റ്റിനെ അവര് അവിടെ കൊണ്ടുവന്നു. അപ്പോ ഹിസ് തോട്ട് പെർസ്പെക്റ്റീവ് വാസ് പീപ്പിൾ ഡോണ്ട് ബൈ പ്രോഡക്ട്സ്, ദേ ബൈ കോഡ്സ്. So if you crack that code, you will get the customer. അപ്പോൾ അദ്ദേഹം ഒരുപാട് പേരുടെ അടുത്ത് സംസാരിച്ചു, ഒരുപാട് റിസർച്ച് നടത്തി, സർവേ നടത്തി. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കിയത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഇമോഷൻ. ആൻഡ് ജാപ്പനീസ് ആൾക്കാരുടെ ഇമോഷണൽ കണക്റ്റിൽ കോഫി ഇല്ല, അവരുടെ മെമ്മറീസിൽ കോഫി ഇല്ല. അപ്പോൾ അദ്ദേഹം ചെയ്തത്, you have to start from their childhood. You have to get into their memories. അപ്പോൾ നിങ്ങൾ ആദ്യം കോഫിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം കാൻഡീസ്. അപ്പോൾ അവരാദ്യം ചെയ്തത് ഈ കോഫി ടേസ്റ്റ് ഉള്ള കാൻഡീസ് അവിടെ കുട്ടികളുടെ അടുത്തേക്ക് സെൽ ചെയ്തു. ഗ്രാജുവലി ജ്യൂസസ് അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആ ജനറേഷനിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തു. ആൻഡ് വെൻ ദേ ബിക്കേം അഡൾട്ട്സ്, so they have the nostalgia of coffee in their mind. And then they pitched in the coffee. Now നമ്മുടെ ഒരു വർഷം ജപ്പാനിലേക്ക് പോകുന്ന കോഫിയുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം ടണ്ണാണ്. ആൻഡ് അതിനകത്ത് നെസ്ലെയാണ് ഏറ്റവും വലിയ പ്ലെയർ. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ക്രാക്കിംഗ് ദാറ്റ് കോഡ്സ്. അതുപോലെ വേറെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ സ്റ്റാർബക്സ്. സ്റ്റാർബക്സ് അവരുടെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ ആ സ്റ്റോറിലേക്ക് എൻറ്റൈസ് ചെയ്യുന്നത് നമ്മുടെ സെൻസറി പ്ലസ് ഇത് വെച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് സ്മെൽ. ആ സ്മെല്ലാണ് നമ്മളിൽ ആ ഒരു ഇമോഷനും ആ ഒരു എക്സ്റ്റസിയും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രിസർവ് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അസ്റ്റൗണ്ട് us. എന്ന് പറഞ്ഞാൽ അവര് ആ സ്റ്റോറിന്റെ ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ അവർ ഗ്രൈൻഡ് ചെയ്യുന്നതും ആ സ്മെല്ല് മൊത്തം അവിടെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് അവിടെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വെന്റിലേഷൻ ഇതൊന്നും പുറത്തു പോകാത്ത, ആ സ്മെല്ല് പുറത്തു പോകാത്ത രീതിയിലാണ്. അതെ. പിന്നെ ഈ കോഫിയുടെ കൂടെ കൊടുക്കുന്ന സ്നാക്സ് അവർ സാൻഡ്വിച്ച് ബാൻ ചെയ്തു. സാൻഡ്വിച്ചിലെ എഗ് ആൻഡ് ചീസി സ്മെൽ ഇവരുടെ കോഫി സ്മെല്ലിനെ ഓവർ പവർ ചെയ്യുന്നെന്ന് തോന്നിയപ്പോൾ അവര് സാൻഡ്വിച്ച് അവരുടെ ലിസ്റ്റിൽ നിന്ന് മാറ്റി. അതുപോലെ അവിടുത്തെ എംപ്ലോയീസിന് പെർഫ്യൂം അടിക്കാനുള്ള പെർമിഷൻ ഇല്ല. ആൻഡ് അവിടുത്തെ വാഷ്റൂംസിലുള്ള എല്ലാ ലോഷൻസും എല്ലാ സോപ്പും എല്ലാ കാര്യങ്ങളും ഒക്കെ ഓർഡർലെസ് ആണ്. അപ്പോ the only thing that should stay in their mind is the smell. കോഫിയുടെ സ്മെൽ. അതെ. പിന്നെ ഈ സ്റ്റാർബക്സിന്റെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് ഈ പറഞ്ഞ കസ്റ്റമറിന്റെ മനസ്സിലാക്കുന്നതിന്റെ എക്സ്ട്രീമാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റാർബക്സ് വേൾഡ് വൈഡ് പോകാൻ നോക്കിയപ്പോൾ അവർക്ക് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ആൾക്കാർ വരുന്നില്ല കോഫി ഷോപ്പിലേക്ക്. പക്ഷെ അവര് ഇറ്റലി പോയപ്പോ അവിടെ എല്ലാ കോഫി ഷോപ്പിലും നിറയെ ആളുകളാണ്. അപ്പൊ എന്താ അതിന്റെ കാരണം എന്ന് മനസ്സിലാക്കിയപ്പോ അവർക്ക് മനസ്സിലായ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ഡോണ്ട് കം ടു ദ കോഫി ഷോപ്പ് ജസ്റ്റ് ഫോർ ദ കോഫി, ദേ കം ടു കണക്ട്. അപ്പോ ജപ്പാനില് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ദ തേർഡ് പ്ലേസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. എവരിബഡി ഹാസ് എ ഫസ്റ്റ് പ്ലേസ്, ദാറ്റ് ഈസ് ദെയർ ഹോം. എ സെക്കൻഡ് പ്ലേസ്, that is their work. But there is one place where we really enjoy.
നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കാനും നമുക്ക് ഒന്നിനെ കുറിച്ചും ബോധർ ചെയ്യാതെ, ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമ്മളൊരു ഹസ്ബൻഡാണ്, ഒരു പേരന്റ് ആണ്, ഒരു മകനാണ്. ഓഫീസിലാണെങ്കിൽ നമ്മളൊരു ബോസ് ആണ്, ഒരു സബോർഡിനേറ്റ് ആണ്. പക്ഷെ ഈ റോൾസിനെ കുറിച്ച് ഒന്നും ഓർക്കാതെ നമ്മളെല്ലാം മറന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂന്നാമതൊരിടം, അതാണ് സ്റ്റാർബക്സ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ സ്റ്റാർബക്സിനെ ഏറ്റവും കൂടുതൽ ഹിറ്റാക്കിയത് ഈ തേർഡ് പ്ലേസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ സ്റ്റാർബക്സ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ സെല് ചെയ്യുന്നത് കോഫി ആണെന്നാണ് വിചാരിക്കുക. പക്ഷെ അതല്ല. ഡീപ്പ് ഇൻസൈഡ് ദേ ആർ സെല്ലിങ് എ പ്ലേസ്, എ തേർഡ് പ്ലേസ് വെയർ യു ക്യാൻ ബി യുവർ സെൽഫ്. അപ്പൊ നമ്മുടെ ലൈഫിൽ നോക്കിയാൽ ഈ തേർഡ് പ്ലേസ് വലിയൊരു കോൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ തേർഡ് പ്ലേസ് ഏതാണ്? കളിക്കളങ്ങളാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടം പാർക്കിൽ പോകാനാണ്. അതുപോലെ നമ്മുടെ പ്രായമായ ആളുകൾക്കൊക്കെ ഇപ്പം അവര് ചർച്ചിൽ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുന്നത് ദർ ഇസ് എ തേർഡ് പ്ലേസ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ആൾക്കാർ, പ്രായമായ ആൾക്കാർ ചായക്കടയിൽ വന്നിരിക്കുന്നതെന്ന്. അവർക്ക് പോകുന്ന സ്ഥലമാണ്, അവർക്ക് തേർഡ് പ്ലേസ് ആണ്. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ഒരു ഫിലോസഫിക്കലി പറഞ്ഞാൽ നമ്മുടെ ആ ഒരു തേർഡ് പ്ലേസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ ആയിരിക്കാൻ പറ്റുക എന്നുള്ളത്. എല്ലാ ദിവസവും അവിടെ ആ തേർഡ് പ്ലേസിൽ കുറച്ചു നേരം ആയിരിക്കാൻ പറ്റുക. അത് ചിലപ്പോൾ ഒരു ലൈബ്രറി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോഫി ഷോപ്പ് ആയിരിക്കാം. അവിടെ ആയിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ബ്ലിസ്. നെഗറ്റീവ് ഇമോഷൻസിനെ ഓൺട്രപ്രണേഴ്സിന് എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം? ഇത് നിങ്ങളെല്ലാവരും ദജാവു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ദജാവു? ഓൺട്രപ്രണറിന്റെ ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമോഷൻസ് ആണ്. നമ്മളെപ്പോഴും ചോദിക്കുന്നു വാട്ട് ഇസ് ഓപ്പോസിറ്റ് ഓഫ് സക്സസ് എന്ന് ചോദിച്ചാൽ ആൾക്കാർ എപ്പോഴും പറയും ഫെയിലിയർ ആണ്. പക്ഷെ ഒരു ഓൺട്രപ്രണർഷിപ്പിന് വേണ്ടത് ഉജാദേ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. ഫെയിലിയർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ്, ഫെയിലിയർ ഈസ് എ പാർട്ട് ഓഫ് സക്സസ്. നമുക്കൊരു സക്സസ് ഉണ്ടായാൽ ഇത് വായിക്കുക, ഇതും കടന്നു പോകും.